been so, 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 so good to me. Yeah. The enemy's weapons fall to the ground. Armies of heaven always surround. When I start remembering how you carried my cross, called me by name, loved me like I was, but you didn't leave me that way. Was there now I live? Yeah, that's what you did. Yeah, you've been so, 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 so good to me. You've been so, 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 so good to me. From morning to night, the lows and the highs, I look back on my life and all that I see. Oh, you've been so, 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 so good to me. So good, so good, so good. Every day, every night, yeah, yeah. So good, so good. When I say God is good, you say all the time. When I say all the time, you say God is good. When I say God is good, you say all the time. When I say all the time, you say God is good. When I say God is good, you say all the time. When I say all the time, you say God is good. When I say God is good, you say all the time. When I say all the time, you say God is so, 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 so good to me. Yeah, you've been so, 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 so good to me. Yeah. From morning to night, the lows and the highs, I look back on my life and all that I see. From morning to night, the lows and the highs, I look back on my life and all that I see. Yeah, you've been so, 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 so good to me. So good, so good, so good to me. Hey, 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 hey. You've been so, 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 so good to me. Yeah. You've been so, 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 so. യോഹന്നാന്റെ സുവിശേഷം കാനായിലെ വിവാഹ വിരുന്ന്. മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹം നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും വിവാഹത്തിന് ക്ഷണിച്ചിരുന്നു. വീഞ്ഞ് തികയാകുന്നപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. എൻ്റെ അമ്മ ഇതരോട് പറഞ്ഞു, അവൻ പറയുന്നു, നിങ്ങൾ ചെയ്യുക. യൂതരുടെ ശുദ്ധീകരണത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന ആൾക്കരണി അവർക്ക് അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 കുടം വെള്ളം കൊള്ളുമായിരുന്നു. യേശു അവരോട് പറഞ്ഞു, കരണിയിൽ വെള്ളം നിറയ്ക്കുക. അവർ പാട്ടുവരെ നിർത്തു. അവൻ അവരോട് പറഞ്ഞു, നീ കുറെ നിർത്ത്.
ചൈതന്യമേ, ജീവസംഗീതമേ, കരുണതൻ മലരിതൾ വിരിയുമി വേളയിൽ ഉയരുന്നു സങ്കീർത്തനം. സ്വർഗസായുജ്യമേ, ആത്മസാഫല്യമേ, ഹൃദയമാം വീണയിൽ മധുരമായി പാടിടാം മൃദു സ്നേഹ സങ്കീർത്തനം. പാടുന്നു നിൻ ദിവ്യനാമം, പാടുന്നു നിൻ ദിവ്യഗീതം, കാഴ്ചയായി വന്നിതാ ഏകിടാം ജീവിതം തിരുപാദ സന്നിധിയിൽ. പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസ്കൃതവും നിങ്ങളോട് കൂടെ. സ്നേഹമുള്ളവരെ, ഇന്ന് യേശുവിൽ വിവാഹിതരാകുന്ന റിജോ, അൽഫോൺസ, ഇവരുടെ മാതാപിതാക്കള്, പ്രിയമുള്ളവരെ, വിവാഹമെന്ന കൂദാശയിലേക്ക് പ്രവേശിക്കുന്ന ഈ മക്കൾക്ക് എല്ലാം ദൈവികമായ അനുഗ്രഹങ്ങളും കൃപകളും ദൈവത്തിൽ നിന്ന് യാചിച്ചുകൊണ്ട് ഈ പരിശുദ്ധമായ ബലിക്ക് നമ്മളെ ഒരുക്കുക. നമ്മുടെ പാപങ്ങളെ ഓർത്ത് നമുക്ക് മനസ്സരിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ പറയുന്നു, എന്റെ വിചാരത്താലും വാക്കാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ വലിയ പിഴ ആകയാൽ നിത്യവതിയായ പരിശുദ്ധമാരിയോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനോ മഹത്വം. ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമായി മകൾ പാടുന്നു.
ദൈവമേ പാതരാമങ്ങളെ വാഴ്ത്തുന്നു പ്രജാദേവൻ സൂര്യേ കർത്താവാം ശ്രീ യേശു ക്രിസ്തുവേ പാവത്തിനന്താവേ ആരോഗ്യം തുടരെ ഞങ്ങളിൽ ലോകത്തിൻ പാവത്തിനന്താവേ ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, മനുഷ്യവംശത്തെ സൃഷ്ടിച്ചുകൊണ്ട് പുരുഷനും സ്ത്രീയും ഒന്നായി തീരാൻ അങ്ങ് തിരുവുള്ളമായ വൈവാഹിക ഉടമ്പടിയാൽ ഐക്യപ്പെടേണ്ട അങ്ങേ മക്കളെ അങ്ങേ സ്നേഹബന്ധത്താൽ ഒന്നാക്കി തീർക്കണം. അങ്ങനെ സ്നേഹത്തിൽ ഫലമണിയാനുള്ള അനുഗ്രഹം അങ്ങ് ചൊരിഞ്ഞ് സ്നേഹത്തിന്റെ സാക്ഷികളായി തീരാൻ ഇവർക്ക് അനുഗ്രഹം നൽകണം. അങ്ങയോടുകൂടി പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നതും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹത്തിൽ ഇരിക്കുന്നു. ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുന്നു. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിനെന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും. എന്തെന്നാൽ ക്രിസ്തു തന്റെ ശരീരമായ സഭയുടെ ശിരസായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകനും. സഭ ക്രിസ്തുവിന് വിധേയരായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ ഭാര്യയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ നന്മയുള്ളതാക്കി അത് അവളെ കറയോ ചുരുവോ മറ്റു കുറവുകളോ ഇല്ലാതെ മഹത്വപൂർണമായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരം എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു.
എന്തെന്നാൽ നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും, അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാൻ ഇത് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങളിൽ ആരോ വ്യക്തികൾ തന്നെ പോലെ ഭാര്യയും സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. കർത്താവിന്റെ വചനം. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്. കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ കൽപ്പനകൾ ആനന്ദിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. അവന്റെ സന്തതി ഭൂമിയിൽ പ്രബലമാകും. സത്യസന്ധരുടെ തലമുറ അനുഗ്രഹീതമാകും. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്. അവന്റെ ഭവനം സമ്പൽ സമൃദ്ധമാകും. അവന്റെ നീതി എന്നേക്കും നിലനിൽക്കും. പരമാർത്ഥത്തിന് അന്ധകാരത്തിൽ പ്രകാശം ഉദിക്കും. അവൻ കാരണനും കാരുണ്യവാനും നീതിനിഷ്ഠനുമാണ്. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്. ഉദാരമായി വായ്പ കൊടുക്കുന്നവരും നീതിയോടെ വ്യാപരിക്കുകയും ചെയ്യുന്നവന് നന്മ കൈവരും. നീതിമാൻ ഒരിക്കലും ഇളക്കം തട്ടുകയില്ല. അവന്റെ സ്മരണ എന്നേക്കും നിലനിൽക്കും. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്. ദുർവാർത്തകളെ അവൻ ഭയപ്പെടുകയില്ല. അവന്റെ ഹൃദയം അചഞ്ചലവും കർത്താവിൽ ആശ്രയിക്കുന്നതുമാണ്. അവന്റെ ഹൃദയം ദൃഢതയുള്ളതായിരിക്കും. അവൻ ഭയപ്പെടുകയില്ല. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹിക്കുന്ന ഏവനും ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ്. അവൻ ദൈവത്തെ അറിയുകയും ചെയ്യും. കർത്താവിന്റെ വചനം. അക്കാലത്ത് ഫരിസേയർ യേശുവിന്റെ അടുത്ത് ചെന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഏതെങ്കിലും കാരണത്താൽ ഒരുവൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണ്? അവൻ മറുപടി പറഞ്ഞു, സൃഷ്ടാവ് ആദ്യം മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു എന്ന്. ഈ കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, ഇവർ ഇരുവരും ഏക ശരീരമായി തീരും എന്നും അവിടുന്ന് അരുളിച്ചെയ്തിട്ടുള്ളത് നിങ്ങൾ വായിച്ചിട്ടില്ലേ? തന്മൂലം പിന്നീടൊരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. കർത്താവിന്റെ സുവിശേഷം. ദേവസ്യ ചേട്ടൻ മേരി ഈ രണ്ട് പ്രിയ മാതാപിതാക്കളുടെയും മകളായ അൽഫോൺസ് എന്ന് വിളിക്കുന്ന അമ്മുവിനെ റിജോയ്ക്ക് കൈപിടിച്ചു കൊടുക്കുന്ന പുണ്യമായ കർമ്മത്തിന് സാക്ഷികളാവുകയാണ് നമ്മൾ. ഈ മാതാപിതാക്കളെ സംബന്ധിച്ച് ഉള്ളിൽ നല്ല വേദനകൾ, അവരുടെ ജീവിതത്തിൻ്റെ തന്നെ ഭാഗമായിട്ട് ആ മകളെ വേറെ ഒരു സ്ഥലത്തേക്ക്, വേറെ ഒരു ദേശത്തേക്ക്, ഒരു മകൻ്റെ കയ്യിലേക്ക് ജീവിത പങ്കാളിയായിട്ട് കൊടുക്കുമ്പോൾ ഈ അപ്പനെയും അമ്മയെ സംബന്ധിച്ച് കണ്ണീരിലാണ്, വേദനകളാണ്. പക്ഷെ അവരുടെ വേദന അത് അനുഗ്രഹമാകുന്നതാണ്. നമ്മുടെ വേദനകളില്, നമ്മുടെ കണ്ണുനീരുകളില് ഒരാനന്ദം ഉണ്ട് എന്നതാണ് കർത്താവ് പറയുന്നു. നിങ്ങളുടെ വേദന സന്തോഷമായിട്ട് മാറുമെന്ന് അവിടുന്ന് പറയുന്നു. ഈ മകളെ, ഈ മകൻ ജീവിതത്തിന്റെ അവസാനം വരെ നന്നായിട്ട് കാത്തുകൊള്ളും എന്നുള്ള ആ ഒരു വേദനയെ, കാത്തുകൊള്ളുമെന്നുള്ള ഒരു പ്രതീക്ഷ ഇവരുടെ വേദനയെ ആനന്ദമാക്കി മാറ്റുമെന്നതാണ്. ഇതുപോലെയാണ് മകൻ റിജോയെ പ്രിയ മാതാപിതാക്കളായ അനിലും അന്നമ്മയും ചേർന്ന് വളർത്തിയിട്ട് ഒരു മകളെ കണ്ടെത്തിയിട്ട് മരുമകളായിട്ടല്ല സ്വീകരിക്കേണ്ടത്,
മകളായിട്ട് തന്നെ അവരെ സ്വീകരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ വേദന സന്തോഷമായിട്ട് മാറുമെന്നുള്ളത്. അവര് സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ നിങ്ങളുടെ വേദനയൊക്കെ സന്തോഷമായിട്ട് മാറും എന്നുള്ളതാണ്, ആനന്ദമായിട്ട് മാറും. അത് ദൈവം മാറ്റുമെന്നുള്ളതാണ്. ദൈവം മാറ്റണമെങ്കിൽ നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. നമ്മുടെ കണ്ണുനീരോടെ വേദനയോടെയുള്ള പ്രാർത്ഥന അവർക്ക് എന്നും അനുഗ്രഹമായിട്ട് മാറുമെന്നത്. പ്രത്യേകിച്ച് പറയാനുള്ളത്, റിജോയ്ക്ക് ഇനി 2 ചേട്ടന്മാരാണ്. അവര് 3 സഹോദരങ്ങളാണ്. 3 സഹോദരങ്ങൾ അവരെ സന്തോഷത്തോടെ ജീവിക്കുകയാണ്. 2 പേരുടെ വിവാഹം കഴിഞ്ഞ് 3ാമത്തെ ആളുടെ വിവാഹമാണ് ഇന്ന് നടക്കുന്നത്. പൊതുവെ നമ്മൾ ഇന്ന് കണ്ടുവരുന്ന ഒരു പ്രവണത, കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നീട് ഭാര്യമാര് ഈ സ്നേഹത്തില് സൗഹൃദത്തിൽ ഉണ്ടായിരുന്ന ഈ സഹോദരങ്ങൾ അല്ലെങ്കിൽ പിടിച്ചു മാറ്റി. നിങ്ങൾ ഒരിക്കലും അങ്ങനെ ആകരുത്. നിങ്ങൾ ഭാര്യമാരായിട്ടുള്ളവർ ഒരിക്കലും ഈ 3 സഹോദരങ്ങളും മരണം വരെ സ്നേഹത്തോടെ ജീവിക്കണമെങ്കിൽ ഈ വന്നു കയറുന്ന നിങ്ങളുടെ 3 പേരുടെയും ഒരുമയാണ്. 10ാം തീയതിയായിരുന്നു ഒരാളുടെ കല്യാണം, ഒരാളെ നേരത്തെ കല്യാണം കഴിച്ചിരുന്നു. ഇങ്ങനെ ഒരു കഥ പ്രത്യേകമായിട്ടുണ്ട്. എങ്ങനെയാണ് സഹോദരങ്ങള് ജീവിക്കേണ്ടതെന്ന് പറയുന്നു. 2 സഹോദരന്മാരുണ്ടായിരുന്നു. അവര് വിവാഹിതരായി, അവർക്ക് മക്കളുണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവർ 2 പേരും കർഷകരാണ്, കൃഷിക്കാരാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ 2 വീട് വെച്ച് 2 സ്ഥലത്തായി അവരങ്ങനെ സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ ഈ ചേട്ടന്റെ ഭാര്യ ചേട്ടനോട് പറഞ്ഞു കൊടുക്കുകയാണ്, അനുജന് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്, അവന് കുറെ പ്രയാസമുണ്ട്, അവന് മക്കളുണ്ട്, അവരെയൊക്കെ നോക്കണം. അതുകൊണ്ട് ഈ ചേട്ടന്റെ ഭാര്യ പറയുകയാണ്, നമ്മുടെ സമ്പാദ്യത്തിൽ നിന്നും കുറച്ച് അവർക്ക് ഈ ധാന്യം ശേഖരിക്കുന്ന ഇതും നേരം നമുക്ക് അറിയാതെ, അവന്റെ വൈഫ് അറിയാതെ നമുക്ക് ഇവിടെ നിന്നും കുറച്ച് അരി അവന്റെ ശേഖരത്തിൽ കൊണ്ട് ചെന്നിടാം എന്ന് അവരങ്ങനെ തീരുമാനമെടുക്കുകയാണ്. പകല് പോയാൽ അവനത് തടസ്സം ചെയ്യും. അതുകൊണ്ട് രാത്രി നമുക്ക് അവൻ ഉറങ്ങിക്കഴിയുമ്പോൾ അവന്റെ ധാന്യശേഖരത്തിൽ കൊണ്ടുചെന്ന് നമ്മുടെ കുറച്ച് ധാന്യം കൊണ്ട് ചെന്നിടാം. ഇതേ ഒരു ചിന്ത തന്നെയാണ് അനുജന്റെ ഭാര്യയ്ക്കും. ഭാര്യ പറഞ്ഞു, ചേട്ടൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്, പ്രയാസമുണ്ട്, മക്കളുണ്ട്, അതുകൊണ്ട് നമ്മുടെ ധാന്യശേഖരം കുറച്ചുകൊണ്ട് അവൻ അറിയാതെ തന്നെ രാത്രി അവന്റെ ധാന്യശേഖരത്തിൽ കൊണ്ടുചെന്ന് ഇടാമെന്ന് പറഞ്ഞു. അങ്ങനെ അവര് തീരുമാനം എടുക്കുകയാണ്. 2 പേരും തലയിൽ ചുമടുമായിട്ട് പോവുകയാണ്. നേരെ വരുന്നത് ആരെന്ന് കാണാൻ വരെ. അങ്ങനെ അവര് പാടത്തുകൂടെ 2 പേരും തലയില് ഈ ചുമടുമായിട്ട് പോവുകയാണ്. വരുന്ന വഴിക്ക് മുമ്പേ വരുന്നത് ആരെന്ന് അറിയാൻ കഴിയും. 2 പേരുടെ ചാക്കുകെട്ടുകൾ കൂട്ടിമുട്ടിയിട്ട് അവിടെ ആ ചാക്കുകെട്ടുകൾ ആ സ്ഥലത്ത് വീഴുകയാണ്. പാടത്ത് വീഴുമ്പോഴാണ് അവര് 2 പേരും കാണുന്നത് ചേട്ടനും അനുജനുമാണ്. കഥ അവിടെ നിൽക്കുകയാണ്. കഥ അവിടെ നിൽക്കുമ്പോൾ കഥാകൃത്ത് പറയുന്നത്, ഒരു മനുഷ്യൻ ദേവാലയം പണിയേണ്ടതെന്ന് പറയുന്നത് ഇവിടെയായിരിക്കും. ഈ സഹോദരങ്ങള് സ്നേഹത്തോടെ കൂട്ടിമുട്ടിയ സ്ഥലമുണ്ടല്ലോ, അവിടെയായിരിക്കണം വിശുദ്ധമായ ദേവാലയം പണിയേണ്ടത്. കുടുംബം എന്ന് പറയുന്നത് വിശുദ്ധമായ ദേവാലയമാണ്. നിങ്ങൾ സഹോദരങ്ങള് ദേവാലയം പണിയേണ്ടതെന്ന് പറയാം. നിങ്ങളുടെ കുടുംബം നിങ്ങൾ പണിയേണ്ടതെന്ന് പറയാം. നിങ്ങൾ ഈ കൂട്ടിമുട്ടിയ സ്ഥലമുണ്ടല്ലോ, സ്നേഹത്താല് കൂട്ടിമുട്ടിയ സ്ഥലമുണ്ടല്ലോ, അവിടെയായിരിക്കണം നിങ്ങളുടെ ദേവാലയം പണിയേണ്ടത്. പരസ്പരം തർക്കിച്ചു അങ്ങനെയൊന്നുമല്ല, മറിച്ച് സ്നേഹത്തിലെ ഈ 3 മക്കളും വളരുവാനായിട്ട് പ്രത്യേകം. ഇന്നത്തെ സാഹചര്യങ്ങളൊക്കെ പ്രത്യേകമാണ്. അവനും അവന്റെ കാര്യങ്ങളും സ്വാർത്ഥതയും എന്റേതും എന്റേതും എന്ന് പറയുന്നിടത്ത് ഈ 3 മക്കളും ഈ 3 മക്കളുടെ ഭാര്യമാരും ഇവരുടെ മക്കളും ഒക്കെ ഒരുമിച്ച് പറയാൻ കഴിയണം നമ്മുടേത് എന്ന്. നമ്മുടെ കുടുംബം എന്ന് പറയുവാൻ ഇവർക്ക് കഴിയുമ്പോൾ അവിടെ ക്രിസ്തു ഉണ്ട് എന്നുള്ളത്, അവിടെ ദൈവം ഉണ്ട് എന്നത്, യേശു ഉണ്ട് എന്നുള്ളത്.
ആ ഒരു കൃപ ഈ മക്കൾക്കെല്ലാം ഉണ്ടാകണമെന്നത്, വിവാഹത്തിലേക്ക് ഇവരെ പ്രവേശിക്കുകയാണ്, ഈ പുണ്യം ഉണ്ടാകണം എന്നുള്ളത്. പിന്നീട് ഒരു സ്ത്രീ എന്ന് പറയുന്നത് അവളുടെ സൗന്ദര്യത്തിന്റെ ഏറ്റവും സുന്ദരമായ മുഖം എന്നത് അമ്മ എന്നാണ് പറയാറുള്ളത്. ലോകത്തെ ഏറ്റവും സ്ത്രീയെ അടിമയെ പോലെ കാണുന്നതില്ല, മറിച്ച് വിധേയതയോടുകൂടി സംരക്ഷണമായിട്ട് നടത്തുന്നതാണ്. എന്റെ കരുതലാണ്, എന്റെ സംരക്ഷണമാണ് എന്ന് പറഞ്ഞ് നെഞ്ചോട് ചേർത്ത് നിർത്തുന്ന ഒരു പുണ്യമാണ്. ഇത് രണ്ടുപേർക്കും ഉണ്ടാകണം എന്നുള്ളതാണ്. ഒരു പുരുഷൻ അവന്റെ സൗന്ദര്യം പിതാവാകുമ്പോഴാണ്, ഒരു സ്ത്രീ അതിന്റെ സൗന്ദര്യം അമ്മയാകുമ്പോഴാണ്. ഇതാകാനായിട്ട് ബൈബിള് പ്രത്യേകമായിട്ട് പൗലോസ് അപ്പോസ്തലനിലൂടെ നമ്മെ പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയപ്പെട്ട് ജീവിക്കുക എന്നതാണ്. വിധേയപ്പെടുക നമ്മൾ തെറ്റായിട്ട് അതിനെ വ്യാഖ്യാനിക്കും എന്നുള്ളതാണ്. വിധേയപ്പെടുക അടിമയെ പോലെ ജീവിക്കുകയല്ല, മറിച്ച് സംരക്ഷണമായിട്ട് മാറുക എന്നതാണ്. ഭർത്താവിന് സംരക്ഷണമാകുക. ഭർത്താക്കന്മാരോട് പറയുന്നുണ്ട്, നിങ്ങൾ ഭാര്യമാരെ കർത്താവ് സഭയെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ. കർത്താവ് സഭയെ സ്നേഹിച്ചത് തന്റെ ശരീരം തന്നെ സമർപ്പിച്ചുകൊണ്ടാണ്. ആ ഒരു പുണ്യം ഈ പ്രിയ പിതാവിന് ആകാൻ പോകുന്ന റിജോയ്ക്കുണ്ടാകട്ടെ എന്നതാണ്. നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഇവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാൻ. ഇവരുടെ മാതാപിതാക്കൾക്കും ഇവരുടെ പ്രിയപ്പെട്ടവർക്കും ഇവരുടെ സഹോദരങ്ങൾക്കും ഒക്കെ ഈ പുണ്യമായ സമയത്ത് ദൈവ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പുണ്യമായ കർമ്മത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും റിജോയ്ക്കും അൽഫോൻസായിക്ക് നേരുന്നു. ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പുരോഹിതന്റെയും സമൂഹത്തിന്റെയും മുൻപിൽ വെച്ച് നിങ്ങളുടെ സ്നേഹം പരിശുദ്ധമായി കൂദാശയാൽ മുദ്രണം ചെയ്ത് ഉറപ്പിക്കുവാനാണ് നിങ്ങൾ ഇന്ന് ദേവാലയത്തിൽ വന്നിരിക്കുന്നത്. നിങ്ങളുടെ സ്നേഹത്തെ ക്രിസ്തുനാഥൻ വാത്സല്യപൂർവ്വം ആശീർവദിക്കുന്നു. അവിടുന്ന് ജ്ഞാനസ്നാനത്താൽ നിങ്ങളെ പൗത്രീകരിച്ചിട്ടുള്ളതാണല്ലോ. ഇപ്പോഴാകട്ടെ ഒരു പ്രത്യേക കൂദാശയാൽ നിങ്ങളെ ധന്യരാക്കുകയും ശക്തിപ്പെടുത്തുകയുമാണ്. വൈവാഹിക ജീവിതത്തിന്റെ എല്ലാ ചുമതലകൾ ഗതാഗതി നിർവഹിച്ച് ആ ജീവനാന്തം പരസ്പര വിശ്വസ്ത പാലിക്കാൻ അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാനിപ്പോൾ തിരുസഭാ സംരക്ഷണം ഞങ്ങളെ പരസ്പര സമ്മതം ചോദിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും മറുപടി പറയുക. റിജോ, അൽഫോൻസ, നിങ്ങൾ വിവാഹിതരാകാൻ വന്നിരിക്കുന്നത് ആരുടെയും സമ്മർദ്ദം കൂടാതെയും പൂർണ്ണമായ അറിവോടും സ്വാതന്ത്ര്യത്തോടും കൂടെയാണ്. നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെന്ന നിലയിൽ ആയുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിച്ചു ആദരിച്ചു ജീവിക്കാൻ സന്നദ്ധരാണ്. ദൈവം നിങ്ങൾക്ക് നൽകുന്ന കുഞ്ഞുങ്ങളെ സ്നേഹപൂർവ്വം സ്വീകരിക്കാൻ ക്രിസ്തുവിന്റെയും സഭയുടെയും പ്രബോധനം അനുസരിച്ച് വളർത്താനും സന്നദ്ധരാണ്. വിവാഹ ഉടമ്പടി ചെയ്യാൻ പോകുന്ന നിങ്ങൾ വലതു കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവത്തിന്റെയും തിരുസഭയുടെയും മുൻപാകെ സമ്മതം പ്രകടമാക്കുക. ഞാൻ നിങ്ങളെ എന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. ഈ നിമിഷം മുതൽ മരണം നമ്മെ വേർപെടുത്തും വരെ സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിശ്വസ്തയോടെ സ്നേഹിച്ചും ആദരിച്ചും ഒന്നിച്ചു ജീവിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. ഞാൻ നിങ്ങളെ എൻ്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. ഈ നിമിഷം മുതൽ മരണം നമ്മെ വേർപെടുത്തും വരെ സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിശ്വസ്തയോടെ സ്നേഹിച്ചും ആദരിച്ചും ഒന്നിച്ച് ജീവിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങളിപ്പോൾ സമർപ്പണം പ്രകടിപ്പിച്ച പരസ്പര സമ്മതം കർത്താവ് കാരുണ്യപൂർവ്വം സ്വീകരിച്ച് അനുഗ്രഹാശിസ് കൊണ്ട് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ആമേൻ. ദൈവമേ, ഈ താലി ആശീർവദിക്കണമേ.
ഇത് ഈ ദമ്പതികളുടെ പരസ്പര സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെയും അടയാളമായിരിക്കണമേ. കർത്താവേ, അങ്ങയുടെ തിരുനാമത്തിൽ ആശീർവദിക്കപ്പെടുന്ന ഈ മോതിരങ്ങളുടെ മേൽ അങ്ങയുടെ അനുഗ്രഹം വർഷിക്കണമേ. ഇവ ധരിക്കുന്ന ഈ ദമ്പതികൾ പരസ്പരം പരിപൂർണ വിശുദ്ധ പാലിച്ചുകൊണ്ട് ശാന്തിയിലും സ്നേഹത്തിലും എന്നാളും അങ്ങയുടെ തിരുവുള്ള നിറവേറ്റി ജീവിതം നയിക്കാൻ വരമരുളയണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ദൈവമേ, പ്രസാദപരത്തിന്റെ അടയാളമായി മന്ത്രകൂടി ദയാപൂർവം ആശീർവദിക്കണമേ. ജ്ഞാനസ്നാന അവസരത്തിൽ പ്രസാദപരം വഴി ക്രിസ്തുവിനെ വസ്ത്രമായി അണിഞ്ഞ ഈ ദമ്പതികൾ ക്രിസ്തുവും സഭയും തമ്മിലുള്ള പാവനമായ ബന്ധത്തിന്റെ പ്രതിബിംബമായി ജീവിച്ച് സ്വർഗത്തിൽ മഹിമയുടെ വസ്ത്രം അണിയുവാൻ അനുഗ്രഹം അരുളയണമേ. ആമേൻ. സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും അടയാളമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ താലി നാമത്തിൽ ഈ മോതിരം ധരിച്ചു. പ്രിയമുള്ളവരെ, തിരുസഭയും സർവ്വലോകത്തെയും വിശേഷിച്ച് ഇന്ന് വിശുദ്ധ വിവാഹത്തിൽ ഒന്നിച്ച് ഈ മക്കളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുവാൻ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ക്രൈസ്തവ സമൂഹം മുഴുവൻ സ്നേഹത്തിലും ജീവിത വിശുദ്ധിയിലും നാൾക്കുനാൾ അഭിവൃദ്ധിപ്പെടാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാനായിലെ കല്യാണ വിരുന്നിനെ വിശുദ്ധീകരിച്ച ക്രിസ്തുനാഥ ഇന്ന് വിവാഹബദ്ധരായ ദമ്പതികളെ അനുഗ്രഹിക്കുകയും അവരുടെ ഹൃദയങ്ങൾ നിർമ്മലവും ഉദാരവുമായ സ്നേഹത്തിൽ എന്നെയും യോജിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവർ സന്താനങ്ങളാൽ അനുഗ്രഹീതരാകാനും മക്കളിൽ ചൊരിയുന്ന സ്നേഹം ഇവർക്ക് 100 മടങ്ങായി തിരിച്ചു കിട്ടാനും ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിന്റെ സമാധാനം ഇവരുടെ ഹൃദയത്തിലും കുടുംബത്തിലും എപ്പോഴും നിലനിൽക്കാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ ക്രിസ്തീയ ഭവനങ്ങളും വിശ്വാസത്തിന്റെയും പ്രാർത്ഥനയുടെയും നിസ്വാർത്ഥ സ്നേഹത്തിന്റെയും ഉത്തമ മാതൃകളായി പ്രശോഭിക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങയുടെ സഹായത്തിന് ആശ്രയിച്ചുകൊണ്ട് വിശുദ്ധ വിവാഹത്തിൽ ബന്ധിതരായിരിക്കുന്ന ഈ മക്കളെ തൃക്കണ്ടാക്കണം. സ്വർഗത്തിലെ നിത്യാനന്ദത്തിൽ വീണ്ടും സന്തോഷിപ്പിക്കപ്പെടുന്നത് വരെ സ്നേഹത്തിൽ വളരാനും ജീവിത ക്ലേശങ്ങളും വൈഷമ്യങ്ങളും ഒരുമിച്ച് തരണം ചെയ്യാനും വേണ്ട കൃപാവരം ഇവർക്ക് നൽകിയിടം. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ും
വസ്തുവാൻ ഞങ്ങളും ചേർന്നിടാ. ദൈവമേ നിൻ കൈകളിൽ ഞങ്ങൾ അർപ്പണം ചെയ്യുന്നിതാ. കൂടെ അങ്ങേ ആത്മാവിനോടുകൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതിനുശോഭനായുള്ളവരെ സർവേശ്വര പരിശുദ്ധനായ പിതാവേ, സർവശക്തന് നിന്ദനമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. വിശുദ്ധ വിവാഹത്തിന്റെ ഫലപുഷ്ടമായ ചാരിത്രശുദ്ധി ദത്തുപുത്രരുടെ വർധനയ്ക്ക് ഉപകരിക്കുന്നതിന് മനപ്പൊരുത്തത്തിന്റെ മധുരനുകർത്താനും സമാധാനത്തിന്റെ അഭിവാജ്യമായ ബന്ധത്താലും വൈവാഹിക ഉടമ്പടി അങ്ങ് ഉറപ്പിച്ചുവല്ലോ. എന്തെന്നാൽ കർത്താവെ, ശിശുക്കളുടെ ജനനം ലോകത്തിന് ഭൂഷണമായി തീരുകയും ജ്ഞാനസ്നാനത്താലുള്ള നവജന്മം സഭയുടെ വർധനയിലേക്ക് നയിക്കുകയും ചെയ്യുന്നുവല്ലോ. അങ്ങനെ അങ്ങ് ഈ പരിപാലനത്താലും കൃപയാലും അത്ഭുതകരമായ രീതിയിൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ ജീവിത പ്രവർത്തനങ്ങൾ അങ്ങ് നിർവഹിക്കുന്നു. അവിടുന്ന് വഴി മാലാഖമാരോടും സകല വിശുദ്ധരോടും അത് അങ്ങേ അഭിരാമം പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ സ്തുതിഗീതം ഞങ്ങൾ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. നിർമ്മലമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മറിയും നിൻബലം. നിർമ്മലമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മറിയും നിൻബലം. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാം. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാം. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകലം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പനയനുസരിച്ച് ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ കൊണ്ടാടുന്നു. ക്രിസ്തുനാഥൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് ആശീർവദിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകും. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രം എടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യും.
ഇവിടുത്തെ മരണവും വിയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാഗി തീർത്തതിനും നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോട് അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. നല്ല പരിശുദ്ധ പിതാവ് ലിയോ പാപ്പയോടും രൂപതാധ്യക്ഷനായ സെൽവസ്റ്റർ മെത്രാനോടും വൈദികഗണത്തോടും മതസഭയെ അങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയോട് നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ് സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരെയും കഴിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശിഷ്യ ഇന്ന് വിവാഹം എന്ന കൂദാശയിലൂടെ ഒന്നായി തീർന്ന റിജോ, അൽഫോൻസ ഈ മക്കളെ സമർപ്പിക്കുന്നു. ഇവിടെ കുടുംബത്തെയും ഇവരുടെ മാതാപിതാക്കളെയും ഇവിടെ പ്രിയപ്പെട്ടവരെയും എല്ലാം ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ഭാഗ്യപ്പെട്ട യവസപിതാവിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച് സകലവിശുദ്ധരോടും നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ മഹത്വവും ബഹുമതിയും എന്നേക്കും. നമ്മുടെ കർത്താവ് നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് പ്രത്യാശയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താനാം നിന്നാമം പൂജിതമായിടണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലേപ്പോൾ നിന്നുള്ളതായിടണം. അന്നു വേണ്ടുന്നവരാരെന്നും ഞങ്ങൾക്ക് നൽകുമാറായിടണം. അന്യതന്ത്രോ ഞങ്ങൾ ക്ഷമിക്കുന്നു, ഞങ്ങൾ തന്ത്രോധം തിരിച്ചെനിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ നിങ്ങളിൽ നിന്നെ കാത്തിടണം. പിതാവേ, അങ്ങേ സാദൃശ്യത്തിൽ അങ്ങ് മനുഷ്യനെ രൂപപ്പെടുത്തി പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവല്ലോ. അങ്ങനെ പുരുഷനും സ്ത്രീയും ശരീരത്തിലും ഹൃദയത്തിലും ഒന്നായി തീർന്ന ഭൂമിയിൽ അവരുടെ ധർമ്മം പൂർത്തീകരിക്കുന്നു. ദൈവമേ, അങ്ങേ സ്നേഹത്തിന്റെ പദ്ധതി വെളിപ്പെടുത്തേണ്ടതിന് അങ്ങേ ജനവുമായി അങ്ങ് ചെയ്തുടമ്പടി ദമ്പതിമാരുടെ പരസ്പര സ്നേഹത്തിൽ പ്രതിബിംബിക്കാൻ അങ്ങ് തിരുവുള്ളമായി. അങ്ങനെ പൂർത്തീകരിക്കപ്പെട്ട കൗദാശിക അടയാളത്തിലൂടെ അങ്ങേ വിശ്വാസികളുടെ വൈവാഹിക ബന്ധത്തിൽ ക്രിസ്തുവിന്റെയും സഭയുടെയും വൈവാഹിക രഹസ്യാംഗം വെളിപ്പെടുത്തിയല്ലോ. അങ്ങേ മക്കളായ റിജോയെയും അൽഫോൻസയുടെയും മേൽ അങ്ങേ വലതുകരം കനിവാർന്ന് നീട്ടുകയും അവരുടെ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ചൊരിയുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ കൗദാശ ഐക്യത്തിൽ പ്രവേശിക്കുന്ന ഈ മക്കൾ അങ്ങേ സ്നേഹത്തിന്റെ ദാനങ്ങൾ പങ്കുവയ്ക്കാനും അങ്ങേ സാന്നിധ്യത്തിന്റെ അടയാളം പരസ്പരം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു ഹൃദയവും ഒരാത്മാവുമായി തീരാൻ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഇവർ പണിതുയർത്തുന്ന ഭവനം ഇവരുടെ പ്രവൃത്തികളാൽ നിലനിർത്താനും സുവിശേഷ മാർഗത്തിലൂടെ ഇവരുടെ സന്താനങ്ങളെ രൂപപ്പെടുത്തി അങ്ങേ സ്വർഗീയ കുടുംബത്തിലെ അംഗങ്ങളാക്കി
സജ്ജരാക്കാനും ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങേ ദാസിയായ അൽഫോൻസയെ അങ്ങേ അനുഗ്രഹങ്ങളാൽ കാരുണ്യപൂർവ്വം നിറയ്ക്കണമേ. അങ്ങനെ ഭാര്യയുടെയും അമ്മയുടെയും ധർമ്മങ്ങൾ നിറവേറ്റിക്കൊണ്ട് തൻ്റെ ഭവനത്തിൽ നിർമ്മല സ്നേഹത്താൽ ഊഷ്മളത നൽകുകയും കൃത്യമായ ഔദാര്യത്താൽ അലങ്കരിക്കുകയും ചെയ്യട്ടെ. കർത്താവേ, അങ്ങേ ദാസനായ റിജോയെ സ്വർഗീയ അനുഗ്രഹത്താൽ നിറയ്ക്കണമേ. അങ്ങനെ വിശ്വസ്ത ഭർത്താവിൻ്റെയും കരുതലുള്ള പിതാവിൻ്റെയും ധർമ്മങ്ങൾ ഇയാൾ യഥായോഗ്യം നിർവഹിക്കട്ടെ. പരിശുദ്ധനായ പിതാവേ, അങ്ങേ മുൻപാകെ വിവാഹത്തിൽ ഒന്നായി തീർന്ന് അങ്ങേ മേശയെ സമീപിക്കാൻ അഭിലഷിക്കുന്ന ഇവർ ഒരു ദിവസം സ്വർഗീയ വിരുന്നിൽ സന്തോഷത്തോടെ പങ്കുചേരാൻ അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്ന അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവിൻ ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയും അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കന്മാർക്ക് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കഴിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുന്നു. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. ഈ ദിവ്യകുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ ഭാഗ്യവാന്മാർ.
നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങേ വിരുന്നിൽ പങ്കാളികളായി തീർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവാഹ കൂതാശയിൽ ഒന്നായി തീർന്ന ഈ മക്കൾ അങ്ങയുടെ സദാ ചേർന്ന് നിൽക്കുകയും അങ്ങയുടെ നാമം മാനവ സമക്ഷം പ്രഖ്യാപിക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുടേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം തന്റെ സന്തോഷം നിങ്ങൾക്ക് നൽകുകയും സന്താനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവത്തിന്റെ ജാതനായ ഏകപുത്രൻ ഉയർച്ചയിലും താഴ്ചയിലും നിങ്ങളെ കാരുണ്യപൂർവ്വം സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ സ്നേഹം നിങ്ങളെ ഹൃദയങ്ങളിൽ സദാ ചൊരിയുമാറാകട്ടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. യേശുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവേ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. So good to me. Yeah. The enemy's weapons fall to the ground. Armies of heaven always surround. When I start remembering how you carried my cross, call me by name, love me like I was, but you didn't leave me that way. Was there now I live? Yeah, that's what you did. Yeah, you've been so good to me. You've been so good to me. From morning to night, the lows and the highs, I look back on my life and all that I see. Oh, you've been so good to me. So good. Every day, every night, yeah. So good. Ladies and gentlemen, a very good afternoon to everyone present here. The wedding ceremony has been beautifully completed, and now we move into the celebration part of this joyful occasion. Into a new journey, are ready to make their first entry as husband and wife. So please put your hands together and welcome the newlyweds Rijo and Ammu onto the stage. അടുത്തതായി പ്രേയറിനായി ഫാദർ ഫ്രാൻസിസിനെ ക്ഷണിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരേണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അങ്ങ് വേണ്ടി ആഹാരം നീക്ക് തരണമേ. ഞങ്ങളോട് തെറ്റുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രവർത്തിപ്പെടുത്തരുതേ, തിന്മയിൽ രക്ഷിക്കണമേ. നല്ല നിരന്തരം അറിയുമേ. സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവരാകും. അങ്ങയുടെ വീണ്ടും ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാകും. സ്നേഹമുള്ളവരെ, രണ്ട് പെൺമക്കളുടെ വിവാഹത്തിനാണ് നമ്മുടെ റിജോയും അൽഫോൺസയും രണ്ടുപേരും ഇന്ന് വിവാഹിതരായി. അതിൻ്റെ സന്തോഷത്തിൽ നമ്മളെല്ലാവരും പങ്കുചേരുകയാണ്. അതിൻ്റെ അനുഗ്രഹത്തിൻ്റെയൊക്കെ പ്രതീകമായ ഒരു ജീവിതത്തിൽ എന്നും യേശുനാഥൻ വെളിച്ചമായിട്ട് മാറണമെന്ന് പ്രാർത്ഥിക്കാൻ, അതിന് പ്രതീകമായിട്ട് അവർ തിരികൾ തെളിച്ചുകൊണ്ട് ഈ ദിനത്തെ വരവേൽക്കുന്നു. Let's give the couple a big round of applause and wish them a lifetime filled with sweetness and happiness. ചെറിയൊരു ഗെയിമിംഗ് സെക്ഷൻ ആണ്. 5 മിനിറ്റ്സ് ടൈമേ എടുക്കത്തുള്ളൂ.
നമ്മൾ രണ്ടുപേരോടുമായിട്ടും ബ്രൈഡിനോടും ഗ്രൂമിനോടുമായിട്ട് 3 ക്വസ്റ്റ്യൻസ് ചോദിക്കും, അത് ആൻസർ ചെയ്യണം. പറയും ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേര്. ചോദിക്കാനല്ല പറഞ്ഞോ, ചുമ്മാ പറഞ്ഞോ. ടിജോ ഉള്ളതേ പറയാവുള്ളൂ. റിജോ കറക്റ്റ് ആണോ? ടിജോ ആണോ? ആണെങ്കിൽ ഷേക്കാൻ്റെ കൊടുക്കും. റിജോയുടെ ഫേവറേറ്റ് ആക്ടർ? ആണോ റിജോ? റിജോയുടെ ഫേവറേറ്റ് കളർ ആണോ റിജോ? അടുത്തത് റിജോയോടാണ്. ചേച്ചിക്ക് ഇഷ്ടമുള്ള ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ്? താജ്മഹൽ. ഞാൻ ജീക്കെ അല്ല ചോദിച്ചത്, താജ്മഹൽ എന്ന് പറയാം. പറ ആണോ? ആണോ? ആ ഷേക്കാൻ്റെ കൊടുക്ക്. ഓക്കെ. ഇനി ചേച്ചിയുടെ ഫേവറേറ്റ് ഫുഡ് എന്താ? കപ്പ മീൻ കറി. പറ, എന്താ ഫേവറേറ്റ് ഫുഡ്? എന്താ സത്യമാണോ ഇതൊക്കെ? ഓക്കെ. ഫേവറേറ്റ് കളർ? കളർ ബ്ലൂ തന്നെ. ബ്ലൂ തന്നെ. ഓക്കെ, താങ്ക് യു. ചമ്മി. माने 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 माया दिल वाले माया जालम काटुम कादल जिन्नाने बाले तीरम निन्ने काणानो बाणे वीर्यम कूडुम मिन्याने പോലെ പഴയേതോ മുനി തന്ന വരമോ പൊന്മണി നീ ദിശ തേടി വഴിമാറിയിരുളിൽ ഞാൻ അലയുമ്പോൾ ഇലവായി തെളിവാനിൽ നിറയെ കൺമണി നീ പൊട്ടാസ് പൊട്ടി വീണ നെഞ്ചകത്ത് വന്നിരുന്നു പുട്ടുപോലെ പട്ടുനൂല് കെട്ടിയിട്ടുവോ കിട്ടാത്ത മുന്തിരിക്ക് പിന്നിലൊന്ന പമ്മി നിന്ന് വട്ടമിട്ട് കിട്ടുമെന്നൊരാശ കൂടിയോ താഴെ വന്ന നിലവേ താഴുവീണ നിധിയേ ആഴമുള്ള നദിയേ ഒത്തിവെച്ച ശിലയേ മുത്തുവെച്ച മാലയേ ഒത്തിവെച്ച താരമേ കണ്ണടിച്ച് കൈപിടിച്ച് വാ വാ പൊന്മാനെ മാനെ 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 മായാ ദിൽ വാലെ മായാ ജാലം കാട്ടും കാതൽ ജിന്നാനെ ബാലി തീരം നിന്നെ കാണാനോ വാണെ വീര്യം കൂടും മിഞ്ഞാണെ
ഇന്നുവരെ കണ്ടതില്ല ഞാൻ പൊന്നുരുക്കി വെച്ച പെൺമുഖം. ഇന്നുവരെ കണ്ടതില്ല ഞാൻ പൊന്നുരുക്കി വെച്ച പെൺമുഖം. വിണ്ണിൽ നിന്നും വന്ന മണ്ണിൽ കൊട്ടു ചേർന്ന പെണ്ണിവൾ കണ്ണിവൾ. തേടിക്കിട്ടിയൊരു വെണ്ണില പാതിരാവിൽ വന്നു പൊന്മഴ. തൂവൽ തുമ്പിൻ മുനയാലൊരു മൃദുലാക്ഷരം. സീമാതീത സൂര്യോദയ ദീപാങ്കുരം. ആകാശം നിന്നിട്ടെന്നൊരു പൊന്മാനം. മേലെ കണ്ടു കനവിൻ കോണിൽ കുളിരായി കുളിർ മഴ മഴകായി. കാട്ടു ചെമ്പകം പൂത്തോട്ടെ നാട്ടു തത്തമ്മ കേട്ടോട്ടെ. നീ എനിക്കുള്ള കന്നി പെണ്ണാണേ. കാത്തു കിട്ടിയ മുത്താനെ തേടിക്കിട്ടിയ പൊന്നാനെ. കട്ടെടുത്തൊരു മോഹ സ്വത്താനെ. വരുമോ വരുമോ ഇതിലേ വരുമോ. നിന്നെ കാത്തു നിന്നൻ കാൽക്കുഴന്നെ മോഹ പെൺമാനെ. നീ പോകാതെ പോകാതെ കൈവെടിയാതെ. നൂറു മോഹങ്ങൾ ദാഹങ്ങൾ തേടി വരുമ്പോൾ. തീരം തീരായോടായി ഒരു പ്രേമ സല്ലാപം. കാറ്റും മുളന്തണ്ടും ഒരു ഗാന സല്ലാപം. മുകിലാനെ മഴ പൊളിയാണ് പകലേ. കാട്ടു ചെമ്പകം പൂത്തോട്ടെ നാട്ടു തത്തമ്മ കേട്ടോട്ടെ. നീ എനിക്കുള്ള കന്നി പെണ്ണാണേ. കാറ്റു കിട്ടിയ മുത്താനെ തേടിക്കിട്ടിയ പൊന്നാനെ. കട്ടെടുത്തൊരു മോഹ സ്വത്താനെ. In the crowd yet alone, music in my heart brings a loved up tone. Would you let me sing my love? I drifted through the night, you're the star in my sight. If only makes it right for me and you. Would you let me sing my love? My heart snaps in two, baby, looking at you. Gadi sara, gadi sara, gadi sara, gadi sara, gadi. The music slows down, my sweetheart, dancing with you. Oh, the sarigama, gadi, sarigadi, sarigadi, sarigadi. പുതു മനമാണ് വരവാകെ തിരനുറയാടും കടലാകെ മിന്നഴകാകവേ. ഇനി ഒരു നാളും പിരിയാതെ ഒഴുകണം ഒരു മനമോടെ. ഒന്നായി എന്നും ഒന്നായി.
പുതുമഴ വീണ പോലൊരാൾ അരികിലിരുന്ന രാത്രിയിൽ ഹൃദയമൊരേ നിലാനദി ചിറകുകൾ മെല്ലെ നീർത്തിതാ ചിരിമണിമാല കോർത്തിതാ നിറയുകയായി മനം സ്വയം പറയാ ചിരിയോടി മറുമൊഴിയും ഇടറാതെ ഇടനെഞ്ചിൽ പെയ്യാ മേഘക്കാരോടെ വഴിമാറിപ്പാറി വേനൽ പൂത്തുമ്പി നിറവായി എന്നാളും നിറവായി പോന്നിട ഈ മൂടൽ മഞ്ഞിൽ മങ്ങും താരം കാണാദൂരത്തുണ്ടേ ആരാരോ കണ്ണനയാതെ കണ്ണനയാതെ പോവുകയായി അകലാനാവാതെ ഉള്ളുലയാതെ ഉള്ളുലയാതെ പോവുകയായി പിരിയാനാവാതെ വിട പറയാ